ഞങ്ങളുടെ അമ്മാവിയുടെ ചേട്ടത്തിൻ്റെ മോള് വന്നിട്ടോ അറിയോ? പിന്നെ കാരമ്പറ്റെന്നല്ല അല്ലാതെ പേരാണ് പറയുന്നത്. അല്ലാതെ കാരമ്പറ്റെന്നായിരിക്കും ചേട്ടത്തിൻ്റെ മോളാ. ഞങ്ങളെ അറിയാത്തവരെ ആരുമില്ല. ഞങ്ങളെ കോലപ്പുറത്തേക്കാരെ അറിയാത്തവരെ ആരുമില്ല. എൻ്റെ അമ്മ കോലപ്പുറത്ത് ഏറ്റു വരാൻ നമ്മളാ കേട്ടോ. ഞാനൊരു വന്നപ്പം അമ്മ ശൂലത്തൊക്കെ എന്റെ രക്തത്തിലും ഉണ്ട്. എന്തോ ശൂലത്തല്ല നല്ല ധൈര്യം. ചോദിച്ചാൽ അറിയാം. നമ്മളത്ര പിന്നിലെന്ത് വിചാരിച്ചത് ഞാൻ ഇവരൊക്കെ കാണിക്കുന്ന മേളൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് കയറി പോകുന്നു എന്തുവാന്ന് വിചാരിക്കും. നമ്മളതിനെ തടുക്കാൻ നോക്കത്തില്ലയോ? അവനെ നോക്കത്തില്ലയോ? അതേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കാണിച്ചു കൂട്ടിയോ? അവനറിയാമല്ലോ. ഇതൊക്കെ ഇവര് നമ്മളെ അപ്പം കേസ് തോക്കുമെന്ന് മനസ്സിലായി, പലതും വെളിയിലാവുമെന്ന് മനസ്സിലായപ്പോഴല്ലേ പിടിച്ചോണ്ട് പോയത്. പിന്നെ എന്നെ വിളിച്ച് കൊല്ലും ചിലവര് കണ്ടിവിടെ 4-5 വർഷം പോയി താമസിച്ചാൽ പോയി എന്നാ കുറ്റങ്ങളല്ല അവിടെ നേരം എന്നല്ല 2 ആഴ്ച കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അമ്മ എന്താ ജോസ് പോയി അമ്മ ചോദിച്ചു എങ്ങനെ കൊണ്ടുപോയത് പോയി വന്നിരിക്കും. ഈ വിനോദ് പറയുന്നത് അപ്പോഴേ ഇവളോട് പറഞ്ഞ എനിക്ക് കൂടുതലാ വരാനുണ്ട്. പോയി വന്നിരുന്നു. നമ്മുടെ മോള് ഉണ്ടല്ലോ വന്നിട്ട് ഞാൻ കുറ്റം പറയുന്നത് ഇതുകൊണ്ട് ഈ ഇവളുടെ മോളും അവനും കൂടെ വരുന്നത്. ആ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് യാതൊരു അസുഖമില്ല. ഞങ്ങൾ രണ്ടുകൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ പിന്നെ കാണില്ലെന്ന് നമ്മൾ അവിടെ ചെല്ലെ അമ്മ കസേരയിൽ ഇരിക്കുന്ന കണ്ടോണ്ട് പിന്നെ നമ്മൾ എണീക്കുമ്പോ കട്ടിലേന്ന് എണീക്കുന്നത് എന്തുവാ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ അറിയാവുന്ന ഇവിടെ നമ്മുടെ ഡൽഹി ബോംബ് ബ്ലാസ്റ്റൊക്കെ നടത്തിയ കാലം ഡോക്ടേഴ്സാ. ഇവന്മാര് മഹാമല്ലാത്തവന്മാരാ. കേരളത്തിലെ മാഫിയയെ പിടിച്ച് നമ്മ കണ്ടോ? ഇറാനുകാർക്ക് അവയം പിടിക്കുന്നവരെ. കേരള വലിയ മാഫിയ. ഇതെന്താ ചെയ്യുവാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി എന്തോ ഇലന്തൂരുള്ളവനെ ഇലന്തൂരുള്ളവരെ കൊന്ന് തിന്നാനാണ് നാം വിശ്വസിക്കുന്നത്. ഇവന്മാര് അവയവ കച്ചവടമായിരുന്നു ജോലി ഇവന്റെ. എന്നുവെച്ചാൽ ഇവര് കൂട്ട് ഒരു സർജന്റെ ഹെൽപ്പറായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഇവർക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാമേജ് കൂടാതെ എന്നിട്ട് വെട്ടി നോക്കി കളയുന്ന ഇതൊക്കെ പിടിച്ചാലേ ഇതിന് അവളാണ് അറിയാതിരിക്കാൻ. ലേക്ക് ഷോർ എന്ന് പറയുന്ന നമ്പർ 1 എന്തുവാ മാഫിയ സംഘമാ. മകൻ അറിയത്തില്ലയോ കേരളത്തിൽ നടക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്നോ? അതിനെ ഈ വെട്ടിക്കണ്ടിക്കുന്ന ചുമ്മാ പറയുന്ന വെട്ടിക്കണ്ടിച്ച് പിടിച്ചു വെക്കുന്നതൊക്കെ ഇവന്മാർ ഈ അവയവമൊക്കെ എടുത്ത് പിടിച്ചു വെക്കുക, പിന്നെ കുറേശ്ശെ കൊണ്ട് കളയുക, ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. പക്ഷെ പിടിക്കപ്പെടുന്നു. ഈ ലോകം വളരെ മോശമായി മാറിയത്. ഡിംപിളിന്റെ മോള് ഡിംപിളിന്റെ ബാഗ് കൂടി ആ ഡിംപിളിന്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു അയാള് ഈ കൊലപാതകി ഫ്രണ്ടായിട്ട് ഈ ഇലന്തൂരിലെ അറിയാവോ? ഞാൻ കണ്ടതാ. എന്നിട്ട് ആളുകൾ എഴുതി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവനെ എങ്ങനെ അറിയാം, നിങ്ങളുടെ ഫ്രണ്ടായത് എങ്ങനെയാണെന്ന്. ഈ കൊലപാതകി ഇലന്തൂരെയോ? ഇലന്തൂര് 3 എണ്ണത്തിനെ അങ്ങോട്ട് കൊന്നത് ആരാ? മുസ്ലിമൊന്നുമല്ല, നായന്മാരല്ലയോ? ഈഴവരാ. മുസ്ലിമൊന്നുമല്ല. ഇങ്ങനെ പിടിക്കപ്പെട്ടവൻ അയാളായി എടുക്കുന്ന അതാകുമ്പോ സർജന്റെ ഹെൽപ്പറായിരുന്നു. മുസ്ലിമായിരുന്നു. നെറ്റ് നോക്കിയ പേര് കിട്ടും. അപ്പൊ ശരീരത്തിന്റെ ബന്ധു അല്ലേ? ചുമ്മാ പറയുന്നതൊക്കെ ഇതൊക്കെ ആൾക്കാർ മറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥ. ഇവരെല്ലാം എങ്ങനെയാണെന്നറിയോ? മുന്നേ കൂട്ടി കഥകളുണ്ടാക്കും. പിടിക്കപ്പെട്ട ഇന്നത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. പിടിക്കപ്പെട്ടാൽ എന്തിനാണ് ഈ വ്യാപാരം വിളിക്കുന്നത്? ഈ മുസ്ലിം
എന്താ ഹെൽത്ത് സർവേ എന്തിനാ ഇവർക്ക് അങ്ങനെ ഇതാണെങ്കിൽ എന്തിനു വിളിക്കണം? അല്ല ഈ ഇലന്തൂരെ കാര്യം ഞാൻ പറയുന്നത്, ഇലന്തൂരെ അങ്ങനെയല്ലയോ ഈ ബന്ധു പറഞ്ഞത്. ആ ശരി പറഞ്ഞില്ലേ? ആ കോളനക്കേസ് ഉള്ളതെല്ലാം ഡോക്ടേഴ്സാ. എന്തോ ലക്ഷങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ പരിപാടികളെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചൊക്കെ നമ്മളൊന്നും വിടത്തില്ല, ഞാനും ഉണ്ടാ പഠിപ്പിക്കാൻ പറയും ഉണ്ടെങ്കിൽ കാര്യമുണ്ടോ? അവരിപ്പോ പഴയ ആളൊന്നും അല്ല. പൈസ എന്താ പൈസയാണോ? നേരെ വല്ല ഉള്ളതാണോ? പൈസയുടെ കോഴ്സ് എങ്ങനെ ഉണ്ടാക്കിയതാ ഇങ്ങനെ പൈസ? അവന് പറയാൻ പറ്റുമോ? ഇത് ബിനാമിയല്ലേ? അതായത് ഇങ്ങനെ പൈസ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാകണം. എന്തോ മാജിക്കാണ്. ഇതൊക്കെ മാജിക്ക് നമുക്കറിയാം അമ്മ, ഇതൊക്കെ എന്ത് മാജിക് ആണെന്നുള്ളത്. നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമ്മൾ പാർട്ടിക്ക് ചെയ്യും, അല്ലാതെ നമ്മളെ ഇപ്പൊ എന്തോ നമുക്ക് കോടതി ഉണ്ടല്ലോ, കോടതി കൊടുക്കാനാ. നമ്മളെ പണ്ടും മാമനായിട്ട് എന്തുവാ എന്റെ അച്ഛന്റെ പോലെ ഉള്ള സ്ഥാനത്താണ് നമ്മൾ കണ്ടേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവരുടെ അച്ഛനും നിങ്ങളുടെ അച്ഛനും കൂടെ സ്നേഹമായിരുന്നു. ഇളയ അച്ഛനും കൂടെ ഒരാളെ കണ്ടാൽ നമ്മൾ മനസ്സിലാവില്ലയോ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അല്ല നമ്മ മാമന് കണ്ടറിയില്ലയോ ഒരാളിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇതിനൊക്കെ ശത്രുക്കളാ. ഒരാള് നമുക്ക് പേടിയോടെ നിൽക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? മാമൻ പറ, മാമൻ ആലോചിച്ച് ഈ ശത്രുക്കളെ എന്റെ അമ്മയോട് കാണിച്ച പോലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നു എന്നോട് ചെയ്ത് മാമൻ കണ്ടിട്ടുണ്ടല്ലോ, മാമൻ അറിയാമല്ലോ. ദിവസവും ആളുകൾ ഓരോ നേതാവാണ് ഇപ്പോഴും അവൻ എനിക്ക് എന്തും അവന്റെ പേര് ബിജു ആയവനാവുന്നത്. ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ച് ഷർട്ടൊന്നും ഇല്ലാതെ കൈലിയും കൊണ്ട് വന്നാൽ നമ്മുടെ പേരൊക്കെ വീട്ടിലാക്കിയിട്ട് അത് നമ്മളൊക്കെ ഈ എന്തുവന്റെ പേര് ഹരിദാസന്റെ മോൻ അവനാണ് തോന്നുന്നു. അതിനകത്ത് കൈലി മാത്രമേ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മാസ്ക് ഉണ്ട്, ഷർട്ടില്ല. ഇതൊന്ന് കല്ലെറിയുക, നമ്മുടെ ചെടിച്ചൊക്കെ എല്ലാത്തിനും ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ചെടിച്ചൊക്കെ അടിച്ചു പൊട്ടിക്കുക. എന്തോ നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്? എവിടെ വാങ്ങുന്നുള്ള ഇത്? അവന്റെ സ്വന്തക്കാരൊന്നും ചെയ്യുന്നതല്ല, പറഞ്ഞു വിടുന്നതാ. ഇതെല്ലാം ചെയ്യിച്ചിട്ട് പറഞ്ഞു വിടുന്നതാ. എന്റെ കല്യാണം മാറ്റാനും വേണ്ടി കഥയെന്റെ ഭർത്താവിനെ എഴുതി അയച്ചിട്ടുണ്ടെന്ന് അറിയാൻ എന്റെ കല്യാണം ഉയ്യാണ്. അതിനെന്താ ഉയ്യാനെ